ഹലോ ഗായ്സ്, ഓക്കെ വെൽക്കം ബാക്ക് ടു ചാനൽ കട്ടനം കുട്ടനം. ഓക്കെ, അപ്പൊ ഞങ്ങൾ കുറെ നാളായിട്ട് വനവാസത്തിലായിരുന്നു. അതുകൊണ്ട് നിങ്ങളെ വീണ്ടും വെറുപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ എത്തിയിരിക്കുകയാണ്. അപ്പോ യുദ്ധം. അതെ, നമ്മള് മലയാളികളുടെ ഒരു വലിയ ആറ്റിറ്റ്യൂഡാണ്. നമ്മളെ ബാധിക്കാത്തടത്തോളം നമുക്ക് പ്രശ്നമില്ല. നമുക്ക് നമ്മുടെ അടുത്ത് വരാത്തിടത്തോളം അത് അത്ര വലിയൊരു കാര്യമല്ല. അമേരിക്ക എന്ന് പറയുന്നത് അങ്ങ് ദൂരെയാണ്, ഇറാൻ എന്ന് പറയുന്നത് അങ്ങ് ദൂരെയാണ്. ഇവിടെയൊക്കെയോ യുദ്ധം നടക്കുന്നു, നമുക്കതിൽ എന്താ എന്നായിരുന്നു നമ്മളുടെ ഒരു മനോഭാവം. പക്ഷെ നമ്മളെ ബാധിച്ചു തുടങ്ങി പല രീതിയിൽ. മെയിൻ പ്രശ്നം അടുപ്പ് പുകയുന്നില്ല കേരളത്തിൽ. അതിപ്പോ കേരളം എന്നല്ല, ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലുണ്ട്. ഇപ്പോ നമ്മളിവിടെ ഹോട്ടലാണ് മെയിൻ ആയിട്ട് ഒരു ബുദ്ധിമുട്ട് തോന്നുന്നത്. കാരണം ഫുഡ് ഉണ്ടെങ്കിലും ഭയങ്കര മെനു ഒക്കെ ക്വാളിറ്റി ഇല്ലാത്ത ഫുഡ്. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് കിട്ടുന്ന ഒരു റിസോഴ്സ് വെച്ചിട്ട് അവരുണ്ടാക്കി തരുന്ന ഫുഡ് അത്രയും ക്വാളിറ്റി ഇല്ലാത്ത ഫുഡാണ്. ഇപ്പോ വീടൊക്കെ വിട്ടിട്ട് നമ്മള് പുറമെ ഒരു ജോലിക്ക് പോകുന്ന ഒരാളാണെങ്കിലും വേറൊരു സ്ഥലത്ത് താമസിക്കുന്ന ആളുകളൊക്കെ അവര് ഫുഡിന് വേണ്ടി അനുഭവിക്കുന്ന ഒരു കഷ്ടപ്പാട് അതിപ്പോ നല്ല രീതിയിൽ നമുക്കിപ്പോ എനിക്ക് തോന്നുന്നു എറണാകുളം ബേസ് ചെയ്തിട്ട ആളുകളൊക്കെ ആയി തന്നെ നമുക്ക് നല്ല രീതിയിൽ ഫുഡിന് ക്ഷാമം അനുഭവിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഹോട്ടലുകളുടെ മെനു വളരെ ചുരുക്കിയിട്ടുണ്ട്. പല ഹോട്ടലിലും ഫുഡ് ഇല്ല, ഉള്ള ഫുഡിന് ക്വാളിറ്റി ഇല്ല. അതെ, അടയ്ക്കുന്നുണ്ട്. അപ്പൊ വളരെ രീതിയിൽ നമ്മുടെ ഗ്യാസ് കിട്ടുന്നില്ല, വീട്ടിലും ഗ്യാസ് കിട്ടുന്നില്ല. ഇപ്പൊ ഗ്യാസിനാണെങ്കിൽ കിട്ടുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് നാള് കാത്തിരുന്ന് കിട്ടിയാലും വില കൂടുതലാണ്. പക്ഷെ നമ്മുടെ സർക്കാർ പറയുന്നു ഇവിടെ ആവശ്യത്തിനനുസരിച്ചുള്ള LPG ഉണ്ട്. കേന്ദ്രം പറയുന്നത് ഗ്യാസ് വന്നിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ ഈ ഇലക്ഷൻ ആയതുകൊണ്ടാണ് ഈ സമയത്ത് ഇവിടെ അതില്ല എന്ന് പറയുന്നത് അവരുടെ ഒരു പ്രതിച്ഛായനെ ബാധിക്കുന്നത് കൊണ്ടായിരിക്കാം. ഉണ്ടെന്ന് വെറുതെ തട്ടിവിടുന്നു. പക്ഷെ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. ഇത് ഗ്യാസ് മാത്രമല്ല ഇവിടെ ഇപ്പൊ ബുദ്ധിമുട്ടായിട്ടുള്ളത്. ഇന്നിപ്പോ എണ്ണയ്ക്ക് വില കൂടി, പെട്രോളിന് ഡീസലിനും ഏത് ബ്രാൻഡായിരുന്നു കമ്പനി പെട്രോളിനും ഡീസലിനും 5 രൂപ അല്ലെ? പെട്രോളിന് ഈ നയര ബ്രാൻഡിന് 5 രൂപയും ഡീസലിന് 3 രൂപയും കൂട്ടിയിട്ടുണ്ട്. അപ്പൊ നാളെ അപ്പൊ നമുക്കിപ്പോ ഇവിടെ പെട്രോളിന് ഓൾറെഡി നല്ല വിലയാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനിയും പെട്രോളിന് നമ്മൾ വില കൂടുതൽ പേ ചെയ്യേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ജോലി അതാണ് നമ്മളെ പല കേരളം അല്ലെങ്കിൽ ഇന്ത്യയൊക്കെ എടുത്താല് ഇവിടെയുള്ള കമ്പനികൾ ഐ ടി കമ്പനി ഉണ്ട്. അതുപോലെ തന്നെ ഈ CA റിലേറ്റഡ് ആയിട്ട് അല്ലാതെയും ഒരുപാട് കമ്പനികൾ ഫണ്ടിങ് നടക്കുന്നത് UAE-നും ഒമാനിനും ബഹ്റിനും ഒക്കെയാണ്. നന്നായിട്ട് പലരുടെയും ജോലിയെ അത് ബാധിച്ചു തുടങ്ങി. സാലറി വരുന്നില്ല, അവരും അവിടെ നമുക്ക് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഇപ്പോ നമ്മളെ ഫ്രണ്ട്സ് അവിടെയുള്ള UAE, ഒമാൻ, ബഹ്റിനൊക്കെയുള്ള നമ്മളെ ഫ്രണ്ട്സ് ഒക്കെ അവരും ഭയങ്കരമായിട്ട് സേഫ്റ്റി പ്രശ്നം, അവരുടെ ജോലി നമുക്കറിയില്ല. നമ്മളിപ്പോ നമ്മളെ സുഹൃത്തുക്കളൊക്കെ ആയാലും വിളിക്കുന്ന സമയത്ത് അവര് ഓക്കെ ആണെന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്കൊരു ഉള്ളിലൊരു ഭീതി എവിടെയൊക്കെയോ നിലനിൽക്കുന്ന പോലെയുണ്ട്. അവര് ഇപ്പൊ ബഹറിലൊക്കെയുള്ള സുഹൃത്തൊക്കെ വിളിച്ച സമയത്തായാലും പറയുന്നത് ബോംബ് വീഴുന്നുണ്ട്, അപ്പുറത്തായാലും ഇപ്പുറത്തായാലും മരണം നടക്കുന്നുണ്ട്. അതെ, അപ്പോ യുദ്ധത്തിന്റെ ഒരു എന്താ പറയാ ഭീതി നമ്മളിലേക്ക് ചെറുതായിട്ട് കയറി തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ ഇനിയിപ്പോ ഒരു ലോക്ക്ഡൌൺ, അതായത് എനർജി ലോക്ക്ഡൌൺ, നമുക്ക് ഇന്റർനെറ്റ് നമ്മള് എനിക്ക് തോന്നുന്നത് ഇപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മളെ ചുറ്റും നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന പല റിസോഴ്സും നമ്മളെ പല രാജ്യങ്ങളുമാണ് നമുക്ക് തന്നുകൊണ്ടിരുന്നത്. അപ്പൊ യുദ്ധം ഇങ്ങനെ ഒന്ന് ഇല്ലാതാവുകയാണ്. അതായത് ഒരു ദിവസമല്ല, മെല്ലെ പതുക്കെ അതിന്റെ ഒരു റിസോഴ്സ് കാര്യങ്ങളെല്ലാം കുറഞ്ഞു വരുന്നു. അപ്പൊ നമ്മളെ അത് ബാധിച്ചു തുടങ്ങി. ഇപ്പൊ ചില ഇൻസ്റ്റാ കമന്റുകളിലൊക്കെ കാണുന്നു നമുക്ക് ഇനി 80s-ലേക്ക് പോവാം. പക്ഷെ വിറകിട്ട് നമുക്ക് കത്തിച്ചതാക്കാം, പോസിബിൾ അല്ല. ആണെന്ന് പറഞ്ഞ ഒരുപാട് കമന്റ്സ് നമ്മൾ കണ്ടു. പക്ഷെ അതൊന്നും പോസിബിൾ അല്ല. കാരണം ഒന്ന്, മരങ്ങൾ ഭൂരിഭാഗം നമ്മൾ മുറിച്ചു മാറ്റി കഴിഞ്ഞു. പിന്നെ ഇനി ഇവിടെ നമുക്ക് കത്തിക്കാനോ കാര്യങ്ങൾക്കൊക്കെ വിറക് വളരെ കുറവാണ്. പിന്നെ നമ്മൾ പുതുതായിട്ടൊന്നും നട്ടു നനച്ച് വളർത്തുന്നില്ല. അപ്പൊ നമ്മൾ എത്ര കാലം ഇങ്ങനെ ജീവിക്കും? മേ ബി ഇതിനൊക്കെ നല്ലപോലെ നമ്മളത് സ്ട്രഗിൾ ചെയ്യും. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് തോന്നുന്നത് നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു. അതിനേക്കാളൊരു ഭയാനകമായിരിക്കാനാണ് ചാൻസ്. അതെ, അപ്പൊ എനിക്ക് തോന്നുന്നു പല രീതിയിൽ ഇപ്പൊ കേരളത്തിൽ നിൽക്കുന്ന നമുക്ക് ഇത്തരത്തിൽ ഇത് എഫക്റ്റ് ആവുന്നുണ്ടെങ്കിൽ ഈ യുദ്ധത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങൾ, അവിടെയുള്ള ജനങ്ങളുടെ അവസ്ഥ, ഇനി മേ ബി നാളെ നമ്മളും യുദ്ധത്തിൽ പങ്കെടുക്കേണ്ടി വന്നാലോ? നമ്മളുടെ തലമുറ ഇതുവരെ ഒരു യുദ്ധം ലൈവായിട്ട് കണ്ടിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ പങ്കെടുത്തിട്ടില്ല. പക്ഷെ എനിക്ക് തോന്നുന്നത്
കാര്യങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ മേ ബി നമ്മളും ഒരു യുദ്ധമൊക്കെ ഫേസ് ചെയ്യേണ്ട സിറ്റുവേഷനിലൂടെ കടന്നു പോകും. കേൾക്കാം, അതായത് എത്രമാത്രം നമ്മൾ കേൾക്കുന്ന വാർത്ത വിശ്വസിക്കാൻ പറ്റുന്ന പോലും അറിയില്ല. ചില സമയത്ത് നമ്മൾ പറയും യുദ്ധമൊക്കെ സോൾവ് ആകാൻ പോവാണ്, സമാധാന ചർച്ചകൾ നടന്നു, അടുത്ത നിമിഷം അതെ ഈ രാജ്യത്ത് ഇത്ര മരണം എന്ന രീതിയിൽ ബോംബ് അല്ലെങ്കിൽ അപകടം. അപ്പോ പല രാജ്യങ്ങളും ഇതിനകത്തേക്ക് ഇൻവോൾവ് ചെയ്യാനുള്ള സാധ്യതകൾ പല രീതിയിലുണ്ട്. അപ്പോ നമ്മളൊക്കെ എങ്ങനെയാണ് ഈ യുദ്ധത്തിന്റെ ഒരു വരുന്നുണ്ട്. അത് നമുക്കിപ്പോ പല രീതിയിൽ, അതായത് ഫുഡ് അങ്ങനെയൊക്കെയാണ്. പക്ഷെ ഫിസിക്കലി ഇനി നമുക്ക് നേരെ ഒരു ആക്രമണമൊക്കെ വന്നു തുടങ്ങുന്ന സമയത്ത് നമ്മൾ എങ്ങനെ ഇതിനെ അതെ അറിയില്ല. ഇപ്പൊ ഈ നടക്കുന്ന യുദ്ധം എങ്ങനെയും ഒന്ന് സമാധാനം, നമുക്ക് ശാന്തിയും സമാധാനം